ശരി, ശ്രീ ഹരിഹരൻ, വളരെ നന്ദി. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് പിന്നീട് തിരികെ എത്താം. വളരെ നന്ദി. എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022 ഗൂഢാലോചന ആരംഭിക്കുക. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അനുസരിച്ചിട്ട് 78(2) വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ സാർ? ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള്, ശിക്ഷാ ഇളവ്, ലീവ്, ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുവാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെ ആകാൻ പാടുള്ളൂ. പക്ഷെ ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ്, പരോളിലാണ്. അവർക്ക് ഇനി ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും. അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ 1/3 കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു സാർ? 22ാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന ആക്ട് അങ്ങ് എടുത്തു കളഞ്ഞു. സാർ, എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, നിയമജ്ഞനായിട്ടുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസാക്കിയതാണ്. സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ, ഈ സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങോട്ടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഗവൺമെന്റ് സഭ അറിയാതെയാണ്. ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) of the Kerala Prisons and Correctional Services Act 2010 will not stand in the way of granting special remission. എന്നാ പറയുക? സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം? എന്തധികാരം? നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഉത്തരവ്, ഈ നിയമസഭ പാസാക്കുന്ന 2 മിനിറ്റ് കൂടി, ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അപ്പൊ ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തുമാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ്. സാർ, ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? അതെങ്ങനെ അഭ്യൂഹമാണ്? നമ്പർ 1. നമ്പർ 2, ഇതിലെ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ, ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ, അവരോട് പോലീസ് അന്വേഷിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ഒരു പ്രതി KK മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് സ്റ്റേഷൻ 21/6/2024 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു. സാർ, രണ്ടാമത്തത് വേറൊരു പ്രതി S സിജിത്ത്, അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം 22/6 ഈ മാസം, ഈ കഴിഞ്ഞ ആഴ്ച 24 വൈകുന്നേരം MLA ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു. രണ്ടാമത്തെ കേസ്. അപ്പൊ TK രജീഷിന്റെ എടുത്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് TK രജീഷ്, മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നീ 3 പ്രതികളെ ഇതിനകത്തുള്ളതായിട്ടാണ്. സാർ, ഇപ്പൊ നോക്കിയപ്പോ എന്താ, 7ാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ചെയർ ഉൾപ്പെടെ, സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു അഭ്യൂഹമാണെന്ന്. ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ, ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. നാളുകൊണ്ട് നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ. അഭ്യൂഹമാണ് നിങ്ങൾ പറയാ. നിങ്ങളിത് അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ. ഇത് അഭ്യൂഹം. ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ 4ാമത്തെ പോലീസ് സ്റ്റേഷൻ, 3ാമത്തെ പോലീസ് സ്റ്റേഷൻ, ലെറ്റ് മീ കംപ്ലീറ്റ് 3ാമത്തെ പോലീസ് സ്റ്റേഷൻ മൊഴിയെടുക്കുക. കാര്യം പറയട്ടെ.
അംഗങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് സമയം കൊടുത്താണ്. നോ 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 നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചാണ്. നിങ്ങൾ ബഹളം വെച്ച് സമയം കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. നോ സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ച് നിങ്ങൾ ബഹളം വെക്കണ്ട. അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ. സബ്മിഷൻ മാത്രമല്ല, അടിയന്തര പ്രമേയത്തിന് അനുമതി അല്ലല്ലോ കൊടുക്കുന്ന സബ്മിഷൻ സമയം കൊടുക്കും. പ്ലീസ് നിങ്ങളല്ല സ്പീക്കർ തീരുമാനിക്കുന്നതല്ല. സാർ, അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ പ്രതികൾ ആരാ? പരോളിൽ ഇറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ സർക്കാർ ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷാ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി.